ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലായ സ്റ്റഡി ക്ലബ് PSCയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സിക്സ്ത് സോഷ്യൽ സയൻസ് SCRT ആണ്. സിക്സ്ത് പാർട്ട് 2. സിക്സ്ത് പാർട്ട് 1ഉം അതുപോലെ തന്നെ ഫിഫ്ത്ത് പാർട്ട് 1, പാർട്ട് 2 SCRT ക്ലാസ്സുകളും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതുകൂടി കാണാവുന്നതാണ്. ഇന്ന് നമ്മൾ സിക്സ്ത് പാർട്ട് 2വിൻ്റെ സെക്കൻഡ് ചാപ്റ്ററിലേക്കാണ്, അതായത് 9th ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. ഭരണഘടനയ്ക്കൊരു മുഖവുര എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര്. ഈ ഒരു ചാപ്റ്ററിൻ്റെ നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ, ഈ ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള PSCയുടെ PYQസും കൂടി നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യും. ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരുപാടൊന്നുമില്ല, കുറച്ച് ക്വസ്റ്റ്യൻസ്. അത് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. അത് ഈ ഒരു ക്ലാസ്സിൻ്റെ എൻഡിൽ നമുക്ക് ചെയ്യാമേ. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളതെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഭരണഘടന എന്നൊക്കെയാണ് ആദ്യം പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ പരമോന്നത നിയമസംഹിതയാണ് ഭരണഘടന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മിക്ക രാജ്യങ്ങൾക്കും അവയുടെ നിലനിൽപ്പിനും ഭരണത്തിനും സഹായിക്കുന്ന അടിസ്ഥാന തത്വങ്ങൾ അടങ്ങിയ ഒരു ഏകീകൃത രേഖയുണ്ട്. ഇതാണ് ഭരണഘടന. താഴേക്ക് വരുമ്പോൾ ഈ ഒരു ഭരണഘടനയുടെ മുൻഗാമികളെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഇന്ന് നമ്മൾ കാണുന്ന ഭരണഘടന വരെ, നമ്മൾ ഭരണഘടനയിലേക്ക് എത്തുന്നതിന് വഴിത്തിരിവായിട്ടുള്ള കുറേ ഘടകങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിലൊന്നാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത. ഹമ്മുറാബിയുടെ നിയമസംഹിത നമ്മൾ സിക്സ്ത് പാർട്ട് 1 പരിചയപ്പെട്ടതാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ചാപ്റ്ററിൻ്റെ കോണ്ടെക്സ്റ്റിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിതകളിൽ ഒന്നാണ് പുരാതന ബാബിലോണിയയിലെ ഭരണാധികാരിയായിരുന്ന ഹമ്മുറാബിയുടെ നിയമസംഹിത. ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളെ ധിക്കരിക്കാൻ ആർക്കും അധികാരമില്ല എന്നാണ് ഈ നിയമസംഹിത അനുശാസിക്കുന്നത്. അപ്പോൾ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു കാലഘട്ടത്തിൽ തന്നെ പറയുകയാണ്, അടിസ്ഥാന നിയമങ്ങൾ, ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളെ ഒന്നും ധിക്കരിക്കാൻ ആർക്കും അധികാരമില്ല എന്ന് പറയുന്നുണ്ട്. പാർട്ട് 1 നമ്മൾ പഠിച്ച സമയത്ത് പറഞ്ഞു ഹമ്മുറാബിയുടെ നിയമസംഹിത നമ്മൾ കണ്ടുവന്ന്. അതിലൊരു പോയിന്റും കൂടി പറയുന്നുണ്ടായിരുന്നു, കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നുള്ളത് ഹമ്മുറാബിയുടെ നിയമസംഹിതയിൽ പ്രതിപാദിച്ചിട്ടുള്ളതാണ് എന്ന്. അപ്പോൾ ആ ഒരു പോയിന്റും കൂടി ഒന്ന് ഓർത്തിരിക്കുക. ശേഷം മാഗ്ന കാർട്ട. മാഗ്ന കാർട്ട എന്താണെന്ന് നോക്കാം. ഇംഗ്ലണ്ടിലെ ജനങ്ങൾ രാജാക്കന്മാരുടെ ഏകാധിപത്യത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെതിരെ CE 1215 ജോൺ രാജാവിനെ തടഞ്ഞു വെച്ച് ജനങ്ങൾ ഒപ്പുവെപ്പിച്ച പ്രമാണമാണ് മാഗ്ന കാർട്ട. രാജാവും ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാഗ്ന കാർട്ടയെ കണക്കാക്കുന്നു. അപ്പോൾ മാഗ്ന കാർട്ടയെ മനുഷ്യാവകാശ ചരിത്രത്തിലെ നാഴികക്കല്ലായിട്ട് കണക്കാക്കുന്നു. രാജാവും ഭരണകൂടത്തിനും നിയമത്തിന് അതീതരല്ല എന്ന് പറയുന്നു. 1215 ജോൺ രാജാവിനെ തടഞ്ഞു വെച്ച് ഒപ്പുവെപ്പിക്കുന്നു. അപ്പോൾ 1215 ജൂൺ 15 ഒപ്പുവെക്കുന്നത്. മാഗ്ന കാർട്ട എന്നാൽ മഹത്തായ ഉടമ്പടി എന്നാണ് ഈ ഒരു വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. മാഗ്ന കാർട്ട സൈൻ ചെയ്യിപ്പിച്ചതും റണ്ണിമേഡ് മൈതാനത്ത് വെച്ചാണ് ജോൺ രാജാവ് അത് സൈൻ ചെയ്യുന്നത്. ഹേബിയസ് കോർപ്പസിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് മാഗ്ന കാർട്ടയിൽ. അതായത് ഹേബിയസ് കോർപ്പസ് എന്നുള്ള വാക്ക് അവിടെ പ്രതിപാദിച്ചു എന്നല്ല, ആർബിട്രറി അറസ്റ്റ് ഒന്നും പാടില്ല എന്ന് ആ ഒരു മാഗ്ന കാർട്ടയിൽ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് മാഗ്ന കാർട്ട സൈൻ ചെയ്യുന്ന സമയത്ത് പോപ്പ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോപ്പ് ഇന്നസെൻ്റ് തേർഡ് ആയിരുന്നു എന്നും കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാഗ്ന കാർട്ടയുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. ഇനി മഹത്തായ വിപ്ലവം. 17ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിൽ പാർലമെന്റിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച രാജാക്കന്മാരും പാർലമെന്റും തമ്മിൽ നിരവധി സംഘർഷങ്ങളുണ്ടായി. അതിൽ പ്രധാനപ്പെട്ടതാണ് 1688 മഹത്തായ വിപ്ലവം. രാജാവിൻ്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കുവാനും പാർലമെന്റിന്റെ അധികാരം വർദ്ധിപ്പിക്കുവാനും ഈ വിപ്ലവത്തിലൂടെ കഴിഞ്ഞു. രാജാധികാരം പാർലമെന്റിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തു. ഇംഗ്ലണ്ടിൽ പാർലമെന്റിന് അധികാരം നൽകുന്ന ഭരണഘടനാ രൂപീകരണത്തിന് ഇത് വഴിയൊരുക്കി. അപ്പം ഇംഗ്ലണ്ടിലെ ഭരണഘടനാ രൂപീകരണത്തിന് വഴിയൊരുക്കിയത് മഹത്തായ വിപ്ലവമാണ് എന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് മഹത്തായ വിപ്ലവമൊക്കെ നടക്കുന്നതിന് കുറച്ച് മുൻപ് 1653 ഒരു ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ ഉള്ള ഒരു ഡോക്യുമെൻ്റ് അവിടെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ ഇംഗ്ലണ്ടിലെ ഫസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ അതങ്ങനെ ഒരു ഫണ്ടമെൻ്റലായിട്ട്, അല്ലെങ്കിൽ അതിനെ ഒഫീഷ്യൽ ഒരു റെക്കോർഡായിട്ടൊന്നും നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. കാരണം അതൊരു ഷോർട്ട് പീരീഡിലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 53 വന്ന് 57 അത് പ്രാബല്യത്തിൽ ഇല്ലാതാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക, ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. മഹത്തായ വിപ്ലവം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ ഒരു പോയിന്റ് കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഈ ഇംഗ്ലീഷ് റവല്യൂഷനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ബാക്കിയിലോട്ട് വരാം. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് അടുത്തത്. ബ്രിട്ടൻ്റെ അധീനതയിലായിരുന്ന 13 വടക്കേ അമേരിക്കൻ കോളനികൾ ബ്രിട്ടൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പോരാട്ടം നടത്തി. തെറ്റായ നയങ്ങൾ എന്ന് പറയുന്നത്, ഇവർ കുറേ
ടാക്സ് കൊണ്ടുപോയിട്ട് അമേരിക്കയുടെ മുകളിൽ അമേരിക്കൻ കോളനികളിൽ ഇമ്പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെയാണ് മെയിനായിട്ട് ഈ ഒരു വിപ്ലവം തുടങ്ങുകയൊക്കെ ചെയ്യുന്നത്. തുടർന്ന് 1776 ഈ കോളനികൾ നടത്തിയ പ്രഖ്യാപനമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ഗവൺമെന്റിനെ നീക്കം ചെയ്യാൻ ജനങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ഈ പ്രഖ്യാപനത്തിലൂടെ കഴിഞ്ഞു. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയായ അമേരിക്കൻ ഭരണഘടനയുടെ രൂപീകരണത്തിന് ഇത് കാരണമായി. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന ഏതാണ്? അമേരിക്കൻ ഭരണഘടനയാണ്. അതിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ചത് എന്താണ്? 1776 അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. ഇത് രണ്ടും തിരിഞ്ഞു പോകരുത്. ഇൻസ്ട്രുമെന്റ് ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ആദ്യത്തെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, കാരണം അത് അത്ര ഫണ്ടമെന്റലോ അല്ലെങ്കിൽ അത്രയും ഒഫീഷ്യൽ ആയിട്ടുള്ള ഒന്നായിരുന്നില്ല. അതൊരു ഡോക്യുമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇംഗ്ലണ്ടിലെ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യുന്നു. പക്ഷെ ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അമേരിക്കൻ ഭരണഘടനയാണ് എന്ന് ഓർത്തിരിക്കുക. ശേഷം നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷൻ, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഫ്രഞ്ച് ജനത 1789 നടത്തിയ വിപ്ലവമാണ് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത്. രാജാധികാരത്തിനെതിരെ ജനങ്ങളുടെ പരമാധികാരം എന്ന ആശയം അംഗീകരിക്കപ്പെട്ടത് ഈ വിപ്ലവത്തിലൂടെയാണ്. അപ്പോൾ രാജാധികാരത്തിനെതിരെ ജനങ്ങളുടെ പരമാധികാരം എന്ന ആശയം അംഗീകരിക്കപ്പെട്ടത് ഫ്രഞ്ച് വിപ്ലവത്തിലാണ്. ഇതോടെ ഫ്രാൻസിൽ ഒരു ഭരണഘടന രൂപപ്പെടുകയും രാജാവിൻ്റെ അധികാരങ്ങൾ ഭരണഘടനയ്ക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിലൂടെ എന്താണ് അവിടെ ഒരു ഭരണഘടന രൂപപ്പെടുന്നു. രാജാവിൻ്റെ അധികാരങ്ങൾ എന്ന് പറയുന്നത് ഭരണഘടനയ്ക്ക് വിധേയമാവുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ കണ്ട ഇത്രയും പോരാട്ടങ്ങൾ അല്ലെങ്കിൽ പോരാട്ടങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഭരണഘടനയുടെ രൂപീകരണത്തിലേക്കൊക്കെ ഒരു നാഴികക്കല്ലായതെന്ന് നമുക്ക് പറയാം. ഏതൊക്കെയായിരുന്നു? ഹമ്മുറാബിയുടെ നിയമസംഹിത, മാഗ്ന കാർട്ട, മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയവയൊക്കെ. ഇനിയും ഭരണഘടന പലതരം ടൈപ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ രണ്ടായിട്ട് തിരിക്കുന്നു, ലിഖിതമെന്നും അലിഖിതമെന്നും. ഇനി മാറ്റം വരുത്താനുള്ള പ്രോസസ്സിൻ്റെ പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ അതിനെ ദൃഢമായതെന്നും അയവുള്ളതെന്നും റിജിഡ് എന്നും ഫ്ലെക്സിബിൾ എന്നും തിരിക്കുന്നു. ഇനി അത് ഫോം ചെയ്ത രീതിയുടെ അടിസ്ഥാനത്തിൽ, രൂപം കൊണ്ട രീതിയുടെ അടിസ്ഥാനത്തിൽ അതിനെ നടപ്പിലാക്കിയതെന്നും പരിണമിച്ചത് എന്നും തിരിക്കുന്നു. അപ്പോൾ എങ്ങനെയൊക്കെയാണ്? ലിഖിതം, അലിഖിതം. മാറ്റം വരുത്തുന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ദൃഢമായത്, അയവുള്ളത്. രൂപം കൊണ്ട രീതിയുടെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയത്, പരിണമിച്ചത്. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. എന്താണ് ലിഖിത ഭരണഘടന എന്ന് പറയുന്നത്? ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും വ്യവസ്ഥാപിതമായ രീതിയിൽ എഴുതി തയ്യാറാക്കിയ പുസ്തക രൂപത്തിൽ ക്രോഡീകരിച്ചിരിക്കുന്നതാണ് ലിഖിത ഭരണഘടന. അപ്പോൾ എഴുതി തയ്യാറാക്കിയ ഭരണഘടനയാണ് ലിഖിത ഭരണഘടന എന്നുള്ളത്. ഇന്ത്യയും അമേരിക്കൻ ഐക്യനാടുകളും എക്സാമ്പിളാണ്. അലിഖിതം എന്ന് പറയുന്നത് എന്താണ്? തത്വങ്ങളും നിയമങ്ങളും ഒന്നും അങ്ങനെ പുസ്തക രൂപത്തിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ലാത്തതാണ്. UK എക്സാമ്പിളാണ്, ന്യൂസിലാൻഡും എക്സാമ്പിളാണ്. ഇനി നമ്മൾ പറഞ്ഞു അതിൻ്റെ മാറ്റം വരുത്താനുള്ള പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് എന്നുള്ളത്, ദൃഢമായതും ഫ്ലെക്സിബിൾ എന്നും അല്ലെങ്കിൽ റിജിഡ് എന്നും ഫ്ലെക്സിബിൾ എന്നും. മാറ്റം വരുത്തുന്നതിന് അല്ലെങ്കിൽ ഭേദഗതി വരുത്തുന്നതിന് കർക്കശമായ നടപടി ക്രമങ്ങൾ ആവശ്യമുള്ള ഭരണഘടനയാണ് ദൃഢമായ ഭരണഘടന എന്ന് പറയുന്നത്. അപ്പം അമേരിക്കൻ ഐക്യനാടുകളും ഓസ്ട്രേലിയയും അതിൻ്റെ എക്സാമ്പിളാണ്. അതായത് ഇത്ര ഭൂരിപക്ഷം വേണം, ചില ഭേദഗതിക്ക് ഇത്ര ഭൂരിപക്ഷം വേണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതാണ് ദൃഢമായ ഭരണഘടന എന്ന് പറയുന്നത്. എളുപ്പത്തിൽ മാറ്റം വരുത്താൻ കഴിയും. അപ്പോൾ അതിന് കുറച്ച് ഭൂരിപക്ഷമൊക്കെ മതിയായിരിക്കും, അങ്ങനെയുള്ളത്. അതാണ് UK-യും ന്യൂസിലൻഡും ഒക്കെ അതിന് എക്സാമ്പിളാണ്. ഇന്ത്യ എന്ന് പറയുന്നത് രണ്ട് നേച്ചറും മിക്സ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. റിജിഡുമാണ്, ഫ്ലെക്സിബിളുമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഈ എക്സാമ്പിൾസ് ഒരിക്കലും മറക്കാതിരിക്കുക. ദൃഢമായതിൻ്റെ എക്സാമ്പിളാണ് അമേരിക്കൻ ഐക്യനാടുകൾ, ഓസ്ട്രേലിയ എന്നിവ. അയവുള്ളതിൻ്റെ എക്സാമ്പിളാണ് UK-യും ന്യൂസിലൻഡും. ഓക്കെ, ഇനി നമ്മൾ നോക്കുമ്പോൾ നടപ്പിലാക്കിയതെന്നും പരിണമിച്ചത് എന്നുമാണ് അടുത്തത്. നടപ്പിലാക്കിയതെന്ന് പറയുമ്പം അതായത് അതിന് വേണ്ടിയിട്ടൊരു നിയമനിർമ്മാണ സഭ രൂപീകരിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ടായിരിക്കും. അവിടെ കുറേ ഡിസ്കഷൻസ് നടന്നിട്ടുണ്ടായിരിക്കും. അതിനുശേഷം എഴുതി തയ്യാറാക്കി പ്രാബല്യത്തിൽ വരുന്ന ഭരണഘടനയാണ് നടപ്പിലാക്കിയ ഭരണഘടന എന്ന് പറയുന്നത്. ഇന്ത്യ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി, ആദ്യം ക്യാബിനറ്റ് മിഷനും പിന്നീട് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അസംബ്ലിയൊക്കെ ഫോം ചെയ്യുകയും അവിടെ ഒരുപാട് ഡിസ്കഷൻസ് ഒക്കെ നടക്കുകയും ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഭരണഘടന വന്നിട്ടുള്ളത്. ഇനിയും ഇവോൾവ് ചെയ്ത അല്ലെങ്കിൽ പരിണമിച്ച് വന്നതെന്ന് പറയുന്നത് ക്രമേണയുള്ള മാറ്റങ്ങളുടെ ഫലമായി രൂപപ്പെട്ട ഭരണഘടനയാണ്. കരാറുകൾ, വിധിന്യായങ്ങൾ, നിയമങ്ങൾ, സമ്പ്രദായങ്ങൾ എന്നീ രൂപത്തിലുള്ള വ്യവസ്ഥകളും വഴക്കങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അതിന് എക്സാമ്പിളാണ് UK-യും കാനഡയും.
ഓക്കെ, ഇപ്പം ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ലിഖിതം എന്ന് പറയുന്നത് കൃത്യമായിട്ട് എഴുതി ചിട്ടപ്പെടുത്തിയ ഭരണഘടനയാണ്. അലിഖിതം എന്ന് പറയുന്നത് അത്തരത്തിൽ പുസ്തക രൂപത്തിലൊന്നും ക്രോഡീകരിച്ചിട്ടില്ല. അലിഖിതത്തിന് എക്സാമ്പിളാണ് UK-യും ന്യൂസിലാൻഡും, ലിഖിതത്തിന് എക്സാമ്പിളാണ് ഇന്ത്യയും USA-യും. ദൃഢമായത് അല്ലെങ്കിൽ റിജിഡ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് ഭേദഗതി വരുത്താൻ വലിയ ഭൂരിപക്ഷമൊക്കെ ആവശ്യമാണ്. അത്ര കണ്ട് എളുപ്പമല്ല ഭേദഗതി വരുത്താൻ, അതാണ് ദൃഢമായത്. ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത് എളുപ്പത്തിൽ മാറ്റം വരുത്താൻ, പെട്ടെന്ന് അമെൻമെൻറ്റ് ചെയ്യാനെ കൊണ്ട് പറ്റും. ഇന്ത്യ എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു നേച്ചർ നമുക്ക് കാണാനെ കൊണ്ട് പറ്റും. അതിൻ്റെ എക്സാമ്പിൾ ഓർത്തിരിക്കുക. റിജിഡ് ആണെന്നുണ്ടെങ്കിൽ USA-യും ഓസ്ട്രേലിയയും, ഫ്ലെക്സിബിൾ ആണെന്നുണ്ടെങ്കിൽ UK-യും ന്യൂസിലൻഡും. നടപ്പിലാക്കിയത് എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിളാണ് അമേരിക്കൻ ഐക്യനാടുകളും ഇന്ത്യയും. പരിണമിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ കാനഡയും യുണൈറ്റഡ് കിങ്ഡവും ആണ് എന്ന്, UK-യും ആണ് എന്ന് ഓർത്തിരിക്കുക. ഇനിയും പറയുന്നതാണ് ഭരണഘടനയുടെ അവശ്യ ഗുണങ്ങൾ എന്ന് പറയുന്നത്. അതിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. സമഗ്രത, സംക്ഷിപ്തത, അനുയോജ്യത, ചലനാത്മകത എന്നിങ്ങനെയൊക്കെ. അപ്പോൾ അതിൽ സംക്ഷിപ്തത എന്ന് പറയുന്നത് അവശ്യ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നതും കൃത്യവുമായിരിക്കണം. വ്യക്തത എന്ന് പറയുന്നത് ഭരണഘടനയിലെ വ്യവസ്ഥകൾ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ടായിരിക്കണം എന്നാണ്. ചലനാത്മകത എന്ന് പറയുന്നത് മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് കാലോചിതമായി മാറ്റം വരുത്താൻ കഴിയണം. പുതിയ പുതിയ രീതികളും പുതിയ പുതിയ കാര്യങ്ങളും ഒക്കെ രാജ്യത്ത് വരുമ്പോൾ അതിനനുസരിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം. അനുയോജ്യത എന്ന് പറയുന്നത് ജനങ്ങളുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും നിറവേറ്റുന്നതിന് അനുയോജ്യമായിരിക്കണം ഭരണഘടന എന്ന് പറയുന്നത്. സമഗ്രത എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ, പൗരന്മാരുടെ അവകാശങ്ങൾ, കടമകൾ എന്നിവ സമഗ്രമായിട്ട് പ്രതിപാദിച്ചിരിക്കണം. അപ്പോൾ ഇത്രയും ഭരണഘടനയുടെ അവശ്യ ഗുണങ്ങളാണ്. സംക്ഷിപ്തത, വ്യക്തത, ചലനാത്മകത, അനുയോജ്യത, സമഗ്രത തുടങ്ങിയവ. അതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇനി ഭരണഘടനയും അരിസ്റ്റോട്ടലിനെ കുറിച്ചും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഭരണഘടനാ വ്യവസ്ഥ എന്നിവയെക്കുറിച്ച് ആദ്യം പ്രതിപാദിച്ചത് അരിസ്റ്റോട്ടലാണ്. ഒരു രാഷ്ട്രത്തിലെ ഭരണാധികാരികളുടെ വിന്യാസം എന്നതാണ് ഭരണഘടനയ്ക്ക് അദ്ദേഹം നൽകിയ പ്രാഥമിക നിർവചനം. ഒരു രാഷ്ട്രത്തിലെ ഭരണാധികാരികളുടെ വിന്യാസം എന്നുള്ളത്. സാധാരണ നിയമങ്ങൾ എന്നും ഭരണഘടനാ നിയമങ്ങൾ എന്നും അദ്ദേഹം നിയമങ്ങളെ രണ്ടായി തിരിച്ചു. അരിസ്റ്റോട്ടിൽ എങ്ങനെയാണ് തിരിച്ചത്? സാധാരണ നിയമങ്ങളെന്നും ഭരണഘടനാ നിയമങ്ങളെന്നും അദ്ദേഹം രണ്ടായിട്ട് തിരിച്ചു. ഓക്കെ, അപ്പോൾ അത് അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് മിസ്സാക്കാനില്ല. ഭരണഘടനാ വ്യവസ്ഥ എന്നിവയെക്കുറിച്ച് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അരിസ്റ്റോട്ടിലാണ്. ഒരു രാഷ്ട്രത്തിലെ ഭരണാധികാരികളുടെ വിന്യാസം എന്നതാണ് ഭരണഘടനയ്ക്ക് അദ്ദേഹം നൽകിയ ആദ്യ നിർവചനം എന്ന് പറയുന്നത്. അദ്ദേഹം നിയമങ്ങളെ ഭരണഘടനാ നിയമങ്ങളെന്നും സാധാരണ നിയമങ്ങളെന്നും രണ്ടായിട്ട് തരംതിരിക്കുകയും ചെയ്തു. ഇനി ഭരണാധികാരികളെ നിയന്ത്രിക്കുക, നിയമവാഴ്ച ഉറപ്പുവരുത്തുക, ജനങ്ങളുടെ അവകാശങ്ങൾ നിർവചിക്കുക എന്നിവയും ഭരണഘടനാ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ രൂപീകരണം നോക്കാം. ലോകത്തിലെ ഏറ്റവും വലുതും എഴുതപ്പെട്ടതുമായ ഭരണഘടന ആണ് ഇന്ത്യയുടേത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലുതും എഴുതപ്പെട്ടതുമായ ഭരണഘടന ഇന്ത്യയുടേതാണെന്ന് ഓർത്തിരിക്കുക. ഇനി അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് നോക്കാം. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള ഇന്ത്യയുടെ ചരിത്രവുമായിട്ടാണ് ഇതിൻ്റെ ഉത്ഭവം ബന്ധപ്പെട്ട് ഇരിക്കുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫോർമേഷൻ. ഇന്ത്യയുമായിട്ട് വ്യാപാരബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടു. കച്ചവടത്തിനായിട്ട് വന്ന ബ്രിട്ടീഷുകാർ ക്രമേണ അധികാരികളായി മാറിയതോടെ ഇന്ത്യയുടെ ഭരണം കമ്പനിയുടെ കൈകളിലാകുന്നു. 1857 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ സമരം നടക്കുന്നു. അത് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നും ശിപ്പായി ലഹള എന്നുമൊക്കെ അറിയപ്പെടുന്നുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്കാർ നടത്തിയ ആദ്യ ബഹുജന സമരമാണിത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിക്കുന്നതിന് ഇത് കാരണമായി. തുടർന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തു. ക്രൗൺ അഡ്മിനിസ്ട്രേഷനിലോട്ട് മാറുകയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് അഡ്മിനിസ്ട്രേഷൻ മാറി ബ്രിട്ടീഷ് രാജ്ഞിയിലേക്ക് അധികാരം എത്തപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ ക്രൗൺ അഡ്മിനിസ്ട്രേഷനിലേക്ക് മാറിയത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 അല്ലെങ്കിൽ ആക്ട് ഓഫ് ഗുഡ് ഗവൺമെൻറ് വഴിയാണ് എന്നുകൂടി ഓർത്തിരിക്കുക. ഞാനിവിടെ ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനുശേഷം ഇന്ത്യൻ കൗൺസിൽ ആക്റ്റുകൾ. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണകാര്യങ്ങളിൽ ഇന്ത്യക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സഹായിച്ച നിയമങ്ങളാണ് ഇന്ത്യൻ കൗൺസിൽ ആക്റ്റുകൾ. പിന്നീട് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ പ്രസ്ഥാനങ്ങൾ പ്രധാനമായി പങ്കുവച്ചത് INC ആണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യക്കൊരു ഭരണഘടന തയ്യാറാക്കുന്നതിനായി സ്വതന്ത്ര ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ഔദ്യോഗികമായി മുന്നോട്ട് വെച്ചത് ഈ പ്രസ്ഥാനമാണ്. ഇവിടെ ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞു ഔദ്യോഗികമായിട്ട് INC ആണ് നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ അതിനു മുന്നേ തന്നെ
ഔദ്യോഗികമല്ലാതെ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണം എന്നുള്ള ആശയം MN റോയിയാണ് ആദ്യമായിട്ട് ഈ ഒരു ഐഡിയ മുന്നോട്ട് വെക്കുന്നത് 1934. അപ്പോൾ ഈ ഒരു ഐഡിയ ആരാണ് മുന്നോട്ട് വെക്കുന്നത്? MN റോയിയാണ് 1934. എന്നാൽ 1935 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഔദ്യോഗികമായിട്ട് ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത്. ഓക്കെ, ഇനി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടുകൾ. ഇന്ത്യക്കാരുടെ ഭരണ പങ്കാളിത്തം ക്രമേണ വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യയിൽ മെച്ചപ്പെട്ട ഭരണം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നിയമങ്ങളാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടുകൾ എന്ന് പറയുന്നത്. നമ്മുടെ 1935 ആക്ട്, 1919 ആക്ട്, അങ്ങനെയുള്ളവയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം ക്യാബിനറ്റ് മിഷൻ വരികയാണ്. ക്യാബിനറ്റ് മിഷൻ വരുന്നതിന് മുമ്പ് 1940 നമ്മുടെ ഓഗസ്റ്റ് ഓഫർ വഴി ബ്രിട്ടീഷ് ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്നുള്ള ഇന്ത്യയുടെ ആവശ്യത്തെ പ്രൊവിഷണലി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ക്യാബിനറ്റ് മിഷൻ വരുന്നു. ഇന്ത്യക്ക് പൂർണ്ണമായ സ്വയംഭരണാധികാരം നൽകുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചു. ഇതനുസരിച്ച് ഇന്ത്യക്കായി ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി 1946 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നു. ഓക്കെ, അതായത് നമുക്കൊന്നും കൂടി ഒന്ന് നോക്കാം. ആദ്യം എന്തായിരുന്നു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നു എന്ന് പറയുന്നു. അവരുടെ ഭരണം, അവർ നമ്മളെ കോളനിയാക്കുന്നു, ഭരണം നടത്തുന്നു. അപ്പോൾ അവരുടെ ഭരണത്തിനെതിരെ പിന്നീട് 1857 ആയപ്പോഴത്തേക്കും പല കാരണങ്ങൾ കൊണ്ടും വിപ്ലവം നടക്കുകയാണ് ചെയ്യുന്നത്. ആ വിപ്ലവത്തിന് ശേഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ഓർ ആക്ട് ഓഫ് ഗുഡ് ഗവൺമെൻറ് വഴി എന്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ക്രൗണിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ക്രൗണിലേക്ക് മാറുന്നു. പിന്നീട് ഇന്ത്യക്കാർക്ക് കൂടി ഭരണത്തിൽ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന ഇന്ത്യൻ കൗൺസിൽ ആക്ടുകൾ വരുന്നു. പിന്നീട് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ ഉദയം കൊള്ളുന്നു. INC ഒഫീഷ്യലായിട്ട് ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു 1935. എന്നാൽ 1934 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ എന്നുള്ളൊരു ആശയം MN റോയ് ആദ്യം തന്നെ ഈ ഒരു ഐഡിയ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ശേഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടുകൾ വരുന്നു. 35ലെയും 19ലെയും ഒക്കെ ആക്ടുകൾ നിലവിൽ വരുന്നുണ്ട്. പിന്നീട് 1940 ഓഗസ്റ്റ് ഓഫർ വഴി ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്നുള്ളൊരു ഡിമാൻഡിനെ പ്രൊവിഷണലി അക്സെപ്റ്റ് ചെയ്യുന്നു. പിന്നീട് ക്യാബിനറ്റ് മിഷൻ വരുന്നു. 1946 ഭരണഘടനാ നിർമ്മാണ സഭ ഇതിൻ്റെ ഭാഗമായിട്ട് നിലവിൽ വരികയും ചെയ്യുന്നു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഭരണഘടനയുടെ കരട് രൂപം എഴുതി തയ്യാറാക്കിയത്. ഭരണഘടനാ നിർമ്മാണ സഭ 1949 നവംബർ 26 ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. അപ്പോൾ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് 1949 നവംബർ 26 ആയതുകൊണ്ട് തന്നെ നവംബർ 26 ഭരണഘടനാ ദിനമായി നാം ആചരിക്കുന്നു. ഏതാണ്? നവംബർ 26. ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26 ഔദ്യോഗികമായിട്ട് 1950 ജനുവരി 26 അന്ന് മുതൽ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി അറിയപ്പെടുന്നു. ഇനി ക്യാബിനറ്റ് മിഷനെ കുറിച്ച് ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യക്ക് പരമാധികാരം കൈമാറുന്നത് സംബന്ധിച്ച് ഇന്ത്യൻ നേതാക്കളുമായി ചർച്ച നടത്തുന്നതിനായി ബ്രിട്ടീഷുകാർ നിയോഗിച്ച 3 അംഗ സമിതിയാണ്. ഈ നമ്പർ മറക്കരുത്, മാറ്റിയും തിരിച്ചും കാണാൻ തന്നാൽ തെറ്റിപ്പോകാതിരിക്കാനാണ്. 3 അംഗ സമിതിയാണ് ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളുമായി അവർ ചർച്ച നടത്തി. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആവശ്യം ക്യാബിനറ്റ് മിഷൻ അംഗീകരിച്ചു. ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ചുള്ളതായിരുന്നു പ്രസ്തുത മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓർക്കണം, ഇതൊരു 3 അംഗ സമിതി ആയിരുന്നു എന്നുള്ള കാര്യം മറക്കാതെ ഇരിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭ എന്നുള്ള ഒരു ആവശ്യത്തെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ശേഷം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അല്ലെങ്കിൽ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. എന്തൊക്കെയാണ് ഈ ഒരു പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുള്ളതെന്ന് നമ്മൾ നോക്കണം. ഇതൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ ആരംഭിക്കുന്നത്. ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞിട്ട് ഈ ജനങ്ങളാണ് ഇവിടുത്തെ സോഴ്സ് ഓഫ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? പരമാധികാരം, സോവറിൻ, സ്ഥിതിസമത്വം, സോഷ്യലിസ്റ്റ്, മതേതരം അതായത് സെക്യുലർ, ജനാധിപത്യം, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്, ഇത്രയും കാര്യങ്ങൾ ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. പരമാധികാര, സ്ഥിതിസമത്വം, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്. ഇനി ഇതിനകത്ത് ജസ്റ്റിസിനെ കുറിച്ച് അല്ലെങ്കിൽ നീതിയെക്കുറിച്ച് പറയുന്നു. ഏതൊക്കെ തരത്തിലുള്ള ജസ്റ്റിസിനെ കുറിച്ചാണ് പറയുന്നത്? സോഷ്യൽ, സാമൂഹികവും, എക്കണോമിക്, സാമ്പത്തികവും, പൊളിറ്റിക്കൽ, രാഷ്ട്രീയവുമായിട്ടുള്ള ജസ്റ്റിസിനെ കുറിച്ച്, നീതിയെക്കുറിച്ച് ഇതിൽ പറയുന്നു.
ഇനിയും സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠതയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നു. അതായത് തോട്ട് ഓഫ് എക്സ്പ്രഷൻ വരുന്നുണ്ട്, ബിലീഫ് വരുന്നുണ്ട്, ഫെയ്ത്ത് ഓഫ് വർഷിപ്പ് തുടങ്ങിയ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഇനിയും പദവിയിലും അവസരത്തിലും സമത്വം, ഇക്വാളിറ്റി വരുന്നുണ്ട്. ഇക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഇതിൽ പറയുന്നു. പിന്നീട് ഫ്രെറ്റേണിറ്റി അല്ലെങ്കിൽ സാഹോദര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം വ്യക്തിയുടെ അന്തസ്സും അതായത് രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും, ഇൻറ്റഗ്രിറ്റി, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും. അപ്പോൾ ആ ഒരു കാര്യം പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ഇക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, ഫ്രെറ്റേണിറ്റി, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി, അതിനെ ബേസ് ചെയ്തിട്ട് പറയുന്നു. പിന്നീട് താഴെ ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. 1949 നവംബർ 26 ഭരണഘടനാ ദിനമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് വ്യക്തമായിട്ട് ഓർത്തിരിക്കണം എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. പരമാധികാര, സ്ഥിതിസമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഓക്കെ, സോവറിങ്, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആരംഭിക്കുന്നത്. അതുപോലെ തന്നെയാണ് US കോൺസ്റ്റിറ്റ്യൂഷനും ആരംഭിക്കുന്നത്. ഇനി ജസ്റ്റിസ് എന്ന് പറയുന്നത് സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ജസ്റ്റിസിനെ കുറിച്ച് പറയുന്നു. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠതയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം. പിന്നെ പദവിയിലും അവസരത്തിലും ഉള്ള സമത്വത്തെക്കുറിച്ച്, ഇക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. ഫ്രെറ്റേണിറ്റി എന്ന് പറയുന്നത് വ്യക്തിയുടെ അന്തസ്സും പിന്നീട് രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യത്തെക്കുറിച്ചും പറയുന്നുണ്ട്. പിന്നെ ഇവിടെ ഭാരതത്തിലെ ജനങ്ങളാണ് ഇവിടുത്തെ സോഴ്സ് ഓഫ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനി നമ്മൾ ഇതൊക്കെ മുന്നോട്ട് വരുന്ന ചാപ്റ്ററുകളിൽ പിന്നീടുണ്ടെങ്കിലും ഒന്ന് ഓർത്തിരിക്കുക. 1976 42nd അമെൻമെൻറ്റ് പ്രകാരമാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി ഈ 3 വാക്കുകൾ ചേർക്കുന്നത്. അതായത് ആമുഖം ആദ്യം രൂപപ്പെടുത്തുമ്പോൾ ഈ വാക്കുകൾ ഉണ്ടായിരുന്നില്ല. ഏതൊക്കെ? സോഷ്യലിസവും സെക്യുലറിസം, ഇൻറ്റഗ്രിറ്റി നമ്മൾ എവിടെയാണ് കണ്ടത്? ഫ്രെറ്റേണിറ്റിയുടെ കേസിൽ പറയുമ്പോൾ രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 3 വാക്കുകളും മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 42nd അമെൻമെൻറ്റ് പ്രകാരം 1976 42nd അമെൻമെൻറ്റ് പ്രകാരമാണ് ചേർത്തതെന്ന് ഓർത്തിരിക്കുക. പിന്നീട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിനെ ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് N.A. പൽക്കിവാലയാണ് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. N.A. പൽക്കിവാല. താക്കൂർദാസ് ഭാർഗവാണ് അതിനെ സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് നിങ്ങൾ ലക്ഷ്മികാന്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. അതിലിങ്ങനെ കുറേ ആളുകൾ കുറേ വിശേഷണങ്ങൾ പറഞ്ഞിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ഇപ്പോൾ 2 എണ്ണം ഒന്ന് ഓർത്തിരിക്കുക. ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പ്രിയാമ്പിളിനെ അങ്ങനെ വിശേഷിപ്പിച്ചത് N.A. പൽക്കിവാലയാണ്. സോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പ്രിയാമ്പിളിനെ വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവ ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഞാൻ മുമ്പേ പറഞ്ഞ പോയിന്റ്, രാഷ്ട്രത്തിൻ്റെ അധികാരം ഉത്ഭവിക്കുന്നത്, സോഴ്സ് ഓഫ് പവർ, രാഷ്ട്രത്തിൻ്റെ അധികാരം ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണെന്ന് ഭരണഘടന വിഭാവനം ചെയ്യുന്നു. ഇനി രാഷ്ട്രത്തിൻ്റെ സ്വഭാവം, ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ, ഭരണഘടന അംഗീകരിക്കപ്പെട്ട തീയതി എന്നിവയും ആമുഖത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലാരിഫൈ ചെയ്തു തരാം കേട്ടോ. ഈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നതാണ് ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാളിറ്റി എന്നീ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഫ്രെറ്റേണിറ്റി അതൊക്കെയാണ് ഒബ്ജക്റ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയും ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ അവിടെ കണ്ടത് തന്നെയാണ്, അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുവെന്ന് മാത്രം. പരമാധികാരം എന്ന് പറയുന്നത് എന്താണ്? പുറമേ നിന്നുള്ള ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള രാഷ്ട്രത്തിൻ്റെ അധികാരം. നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം നമ്മുടെ രാജ്യത്തെ ജനങ്ങളും നമ്മളുടെ രാജ്യമാണ്. വേറൊരു രാജ്യത്തിൻ്റെ ഡൊമിനേഷനോ പ്രഷറോ അല്ലെങ്കിൽ അവർ നിർബന്ധിച്ചിട്ടോ എടുക്കുന്ന തീരുമാനങ്ങളല്ല, അവർക്ക് വിധേയപ്പെട്ട് നിൽക്കുകയല്ല, നമ്മൾ സ്വന്തമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളാണ്. ഇനി സ്ഥിതി സമത്വം, അതായത് എല്ലാവർക്കും തുല്യ പദവിയും അവസര സമത്വവും ഉറപ്പുവരുത്തിക്കൊണ്ട് സാമൂഹിക നീതി നിലനിർത്തുന്നു. ജനാധിപത്യം, നമ്മളുടെ എന്താണ്? ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് ഭരണം നിർവഹിക്കുന്നത്. ഇതിലൂടെ ജനങ്ങളാണ് പരമാധികാരികൾ ആകുന്നത്. പിന്നീട് റിപ്പബ്ലിക്, തിരഞ്ഞെടുപ്പിലൂടെ രാഷ്ട്രത്തലവനെ തീരുമാനിക്കുന്ന സംവിധാനമാണ് റിപ്പബ്ലിക്. ഇന്ത്യയുടെ രാഷ്ട്രത്തലവനായ രാഷ്ട്രപതി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയായിരിക്കണമെന്ന് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നു. അപ്പോൾ രാഷ്ട്രത്തലവനായ രാഷ്ട്രപതി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയായിരിക്കണമെന്ന് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. മതേതരത്വം, നമ്മുടെ രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമുണ്ടോ? ഇല്ല. വ്യക്തികൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും അവകാശമുണ്ട്. രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കുകയില്ല. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്.
പിന്നീട് ശേഷം രാഷ്ട്രം പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന നീതി, സ്വാതന്ത്ര്യം, സമത്വം എന്നിവയെക്കുറിച്ചും ആമുഖത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതൊക്കെ ഓൾറെഡി നമ്മൾ കണ്ടതാണ്. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലുള്ളത്. ഇതുമായിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് PYQ കൂടെ ഡിസ്കസ് ചെയ്യണം എന്നുള്ളത്. നമുക്ക് അതും കൂടി ഒന്ന് കാണാം. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അറിയാൻ നമ്മളിപ്പോൾ വായിച്ചതേ ഉള്ളൂ. ഡോക്ടർ BR അംബേദ്കർ ആണെന്ന് നമ്മൾ കണ്ടു. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണെന്നാണ് അടുത്ത ചോദ്യം. നമുക്കറിയാം ഇന്ത്യയാണ്, അതും നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ആ ഒരു ആ ഒരു മൈൻഡ് മാപ്പ് പോലുള്ള ചാപ്റ്റർ നമ്മൾ കണ്ടതാണ്. അതിൽ പറഞ്ഞതാണ്. ഇപ്പം എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. പരമാധികാരം ഉണ്ടെന്ന് നമുക്കറിയാം, റിപ്പബ്ലിക് ഉണ്ടെന്ന് നമുക്കറിയാം, സ്ഥിതിസമത്വം ഉണ്ടെന്ന് നമുക്കറിയാം. മൗലികാവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ല. അപ്പം മൗലികാവകാശങ്ങളാണ്. പകരം എന്തായിരുന്നു? നമ്മൾ ജനാധിപത്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനിയുമുണ്ട് ക്വസ്റ്റ്യൻസ്. ഇവിടെ ഇത് നമ്മളിപ്പോൾ വായിച്ചെടുത്തുണ്ടായിരുന്നില്ല എങ്കിലും ഈ ക്വസ്റ്റ്യൻ എടുത്ത സമയത്ത് കണ്ടതാണ്. ഒരു മിനിറ്റ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച മൗലികാവകാശം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശമാണ്. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ്. ഇത് വളരെ എളുപ്പം. ആദ്യത്തെ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് ഉത്തരം കണ്ടെത്താനെ കൊണ്ട് പറ്റും. നമ്മൾ ഈ ക്ലാസ് ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഓൾറെഡി വായിച്ചിട്ടുള്ളവരായിരുന്നെങ്കിലും നമുക്കിത് ചെയ്യാനെ കൊണ്ട് പറ്റുന്നേ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. അല്ല, അദ്ദേഹം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടേതായിരുന്നു, അല്ലാതെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായിരുന്നില്ല. രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ. അപ്പം ഒന്നാമത്തെ തെറ്റാണെന്ന് കാണുമ്പോൾ തന്നെ എലിമിനേറ്റ് ചെയ്യാനായി. A എലിമിനേറ്റ് ചെയ്തു പോകും, B എലിമിനേറ്റ് ചെയ്തു പോകും, D പോകും, പിന്നെ 2ഉം 4ഉമാണ് ശേഷിക്കുന്നത്. അതായത് ക്യാബിനറ്റ് മിഷൻ പദ്ധതി അനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ടത്. നമ്മൾ പറഞ്ഞു 3 അംഗ സമിതി വരുന്നു, അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് 1949 നവംബർ 26-നാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഭരണഘടന അംഗീകരിച്ചത്. നമ്മൾ ആ പ്രിയാമ്പിളിൻ്റെ ലാസ്റ്റിലും അത് പറഞ്ഞു, അല്ലാതെ സ്പെസിഫിക് ആയിട്ട് എടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ആദ്യ സമ്മേളനം നടന്നത് കൽക്കട്ടയിലാണ്, അല്ല ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത് എന്ന് ഓർത്തിരിക്കുക. ഇനിയുമുണ്ട് ക്വസ്റ്റ്യൻസ്. ഇവിടെ ഭരണഘടനാ ദിനം എന്ന് നമ്മൾ അതിൽ കണ്ടതുപോലെ തന്നെ എടുത്തു ചോദിച്ചിട്ടുണ്ട്. നവംബർ 26-ആണ്. ഇനി ഏത് ഭരണഘടനാ ഭേദഗതിയാണ് ചെറു ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 42nd അമെൻമെൻറ്റ് വഴി 1976 വാക്കുകൾ ചേർത്തത് ഇൻറ്റഗ്രിറ്റിയും സോഷ്യലിസം ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നുവെന്ന്. സോഷ്യലിസം, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി. അപ്പോൾ ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത ക്ലാസ്സുകളിലോ മറ്റോ ശ്രദ്ധയിൽപ്പെടുന്നതനുസരിച്ച് ഞാൻ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ഇതുവരെ എടുത്തിട്ടുള്ള SCERTയുടെ ക്വസ്റ്റ്യൻസ്, ഇതുപോലെ PYQs ക്വസ്റ്റ്യൻസ് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഞാൻ ചെയ്യാം. അത് എൻ്റെ കയ്യിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഞാൻ അതും കൂടി അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്ക് ബൈ.